ഹലോ, ഇന്നൊരു ഹെയർ കട്ടിങ് വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ എൻ്റെ എത്രയോ കാലത്തൊരാഗ്രഹമായിരുന്നു വവ് സലൂണിൽ നിന്ന് ഒരു ഹെയർ കട്ട്. അതായത് നമുക്ക് അറിയാം ബാംഗ്ലൂർ, ചെന്നൈ, പിന്നെ ഹൈദരാബാദ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ വവിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. സോ അവരുടെ ബ്രാഞ്ച് കൊച്ചിയിൽ കുറച്ചായി, എനിക്കൊന്ന് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് 2 or 3 ആയെന്ന് തോന്നുന്നു. അപ്പം അന്നേ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു, അതായത് കൊച്ചിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ മുന്നേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ചെന്നൈയിലോ ബാംഗ്ലൂർ പോയി ഒന്ന് കട്ട് ചെയ്യണം. ഇവരുടെ ഒത്തിരി വീഡിയോസ് ഞാനിങ്ങനെ സേവ് ചെയ്തിടുമായിരുന്നു ഇൻസ്റ്റയിൽ. ഇതുപോലെ കട്ട് ചെയ്യണം, അതുപോലെ എന്തെങ്കിലും ഒരു തവണയെങ്കിലും അവിടെ നിന്ന് കട്ട് ചെയ്യണം എന്ന്. അങ്ങനെ കൊച്ചിയിൽ അന്വേഷിച്ചും വീണ്ടും ഇതുപോലെ പ്ലാൻ ചെയ്യും, കൊച്ചിയിൽ പോകുമ്പോൾ കട്ട് ചെയ്യണം എന്ന്. അങ്ങനെ ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഫൈനലി എന്തായാലും ഇവിടെ നിന്ന് കട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ വന്നേക്കാണ്. സോ അവിടുത്തെ ടോപ്പ് സ്റ്റൈലിസ്റ്റാണ് എനിക്ക് ഹെയർ കട്ട് ചെയ്യുന്നത്. അവർ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എത്രയോ തവണ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതായത് ഞാൻ പൊതുവേ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലും സെറ്റ് ചെയ്തിടുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ അവർ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ്ങും സാധനങ്ങളും എത്ര നമ്മൾ സെറ്റ് ചെയ്താലും പൊതുവേ ഉണ്ടാവാറില്ല. അപ്പം ഇത്തവണ ഇവർ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയറിന് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെയർ നമ്മൾ കുളിക്കുമ്പോൾ സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പോകുമല്ലോ, പോയി കഴിഞ്ഞിട്ട് പോലും ഞാൻ ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ പോലും അടിപൊളിയായിട്ട് ഹെയർ കിടക്കും. ഞാൻ നമ്മുടെ അഗാരോയുടെ ഒരു ഹെയർ ബ്രഷ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ്. ശരിക്കും നമ്മളെ സലൂണിൽ സെറ്റ് ചെയ്യുന്ന ഏകദേശം ആ ഒരു ലുക്കിൽ തന്നെ നല്ലൊരു വേവി ആയിട്ട് തന്നെ ഹെയർ കിടക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഇവരുടെ ഹെയർ കട്ടെന്ന് ഭയങ്കര ഇഷ്ടമായത്. സോ എന്തായാലും ഇനി ഞാൻ നെക്സ്റ്റും വേവെന്ന് തന്നെ കട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. അതായത് നോർമലി ഉള്ള സലൂണിലെ ചാർജ് അല്ല. പിന്നെ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എന്തായാലും ഡൗട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്ന ആളിനാണ് എമൗണ്ട്, അതായത് നമ്മൾ സ്റ്റൈലിനല്ല എമൗണ്ട് വരുന്നത്. ആരാണ് നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്നത്, അവിടെ ബേസിക് ആയിട്ടുള്ള ആളുണ്ടാവും, സീനിയർ സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും, ടോപ്പ് സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും. ഞാൻ ടോപ്പ് സ്റ്റൈലിസ്റ്റിൻ്റെ നിന്നാണ് കട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 2K മുകളിലായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കട്ട് ചെയ്യുന്നതിൻ്റെ റേഞ്ചും കാര്യങ്ങളും. അപ്പം ഞാൻ ചെയ്തേക്കുന്ന ഹെയർ കട്ട് ബട്ടർഫ്ലൈ ലെയേഴ്സ് പ്ലസ് വുൾഫ് കട്ട്. ഞാനൊരു റെഫറൻസ് കാണിച്ചു കൊടുത്തായിരുന്നു. അത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് വുൾഫ് കട്ടാണ് ആൻഡ് ബട്ടർഫ്ലൈ ലേയേഴ്സ് അങ്ങനെ രണ്ട് പറഞ്ഞായിരുന്നു. അപ്പം അതുപോലെയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്ത് ഭംഗിയാന്ന് നോക്കി ഹെയർ കട്ട് ചെയ്തതിന് ശേഷം അത് സെറ്റ് ചെയ്തപ്പോഴും ഒക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. വാഷ് ചെയ്യുന്നവരെ ഒരു പ്രത്യേക ലുക്കായിരുന്നു. വാഷ് ചെയ്തതിന് ശേഷം ഞാൻ സെറ്റ് ചെയ്തപ്പോൾ അത് വേറെ ലുക്കായി. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഇവരുടെ കട്ട് ചെയ്തതിൽ. അപ്പോൾ എന്തായാലും ഇനി എൻ്റെ ഹെയർ പൊതുവെ പെട്ടെന്ന് വളരുന്നൊരു കൂട്ടത്തിലാണ്, പെട്ടെന്ന് തന്നെ ലെങ്ത്ത് വെക്കും. അപ്പം എന്തായാലും ഇപ്പോഴേ അന്ന് കട്ട് ചെയ്തതിനേക്കാൾ ഇപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി എന്തെങ്കിലും കൊച്ചിയിൽ പോകുമ്പം കുറച്ചൊന്ന് വളർന്നതിന് ശേഷം വീണ്ടും കട്ട് ചെയ്യണമെന്ന പ്ലാനിലാണ്. നോക്കി എന്ത് ഭംഗി, നല്ല ബൗൺസി ആയിട്ടും ഭയങ്കര അടിപൊളിയായിട്ടാണ് കിടന്ന ഹെയർ. എല്ലാവരും ഭയങ്കര കോംപ്ലിമെൻറ്റും കിട്ടിയായിരുന്നു കേട്ടോ എൻ്റെ ഹെയർ കട്ടിന്. ഞാൻ ഇൻസ്റ്റയിൽ റീലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. സോ ഇത് വരവ് എവിടെയായിരുന്നു കറക്റ്റ്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കിട്ടും. ആൻഡ് ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാണ്. അത്ര അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു തവണയെങ്കിലും നിങ്ങളിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തരും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കണ്ടോ, കുറേ നേരം എൻ്റെ പട്ടി ഷോ ഒക്കെ ഉണ്ടായിരുന്നു മുടിയൊക്കെ വെച്ചിട്ട്, ഭയങ്കര അടിപൊളിയായി. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.